എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ തിരുവചനം. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും. ആമേൻ. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. അതെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു പുതിയ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുകയാണ്. വളരെ വിശ്വാസത്തോടെ വേണം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്ന യേശുവാകുന്ന വചനത്തെ സ്വീകരിക്കുവാൻ. അത് നമ്മളിൽ പുതിയ ഹൃദയം സൃഷ്ടിക്കും, പുതിയൊരു ചൈതന്യം നമ്മളിൽ നിക്ഷേപിക്കും. നമ്മൾ ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് പോവുകയാണ്. ഈ വചന സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുക സിസ്റ്റർ ജെർമേൻ MSJ ആണ്. നമുക്ക് വളരെ പരിചിതയാണ്. വളരെ നാളുകളായി ഷാലോം ടെലിവിഷനിൽ വചന സന്ദേശങ്ങൾ നൽകുന്നു. വളരെ പ്രശസ്തിയായ, കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമെല്ലാം കർത്താവിൻ്റെ ശക്തമായ ഒരു ഉപകരണമായി ദൈവം ഈ നാളുകളിൽ സിസ്റ്ററിനെ ഉപയോഗിക്കുന്നു. അപ്പോൾ വളരെ പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടെ ഈ വചന സന്ദേശം ശ്രവിക്കാനായിട്ട് ഒരുങ്ങാം. ചിലരുടെയൊക്കെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ പാതിരായിക്ക് കോഴി അഴിച്ചു വിട്ടോണോ? അതെങ്ങനെ ഇരിക്കണല്ലേ? പൗലോസപ്പോസ്തലൻ പറയുക, നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവിൻ. വായിച്ചിട്ടുണ്ടോ? സാധാരണ പുരുഷന്മാരാ മിണ്ടാൻ മടിക്കുന്നവർ. ഈ സ്ത്രീകൾക്ക് എന്നാ പറ്റി? അവിടെ നിന്നെല്ലാം കൂടി തുരുതുരാന്ന് ഇങ്ങോട്ട് വന്നിരിക്കും. എന്താ പറഞ്ഞ ഈശോ നമ്മളോട് പറയുക, നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കുവിൻ. അതിനു വേണ്ടി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ഒരുപാട് പ്രാർത്ഥിക്കണമെന്നല്ല, നിങ്ങളെപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. ഇനി അപ്പം നമുക്ക് മനസ്സുമെടുക്കും. എപ്പോഴും പ്രാർത്ഥിക്കണം എങ്ങനെയാ? നമുക്കൊരു 5 മിനിറ്റ് പ്രാർത്ഥിക്കണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് എന്തോരം കഷ്ടപ്പെട്ട് 3 പ്രാവശ്യമെങ്കിലും വായിച്ചു നോക്കും 5 മിനിറ്റ് ആയോന്ന്. അപ്പം എങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? ഈശോ പറഞ്ഞു തന്നൊരു വഴി. എന്താ വഴി? 3-ാമത്തെ വാചക. എങ്ങനെ പ്രാർത്ഥിക്കും? എപ്പോഴും പ്രാർത്ഥിക്കാൻ എല്ലാ കാര്യങ്ങൾക്കും എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നന്ദി പറയണം. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ തമ്പുരാൻ ഈ നിമിഷം മുതൽ തരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടു കൂടെ ദൈവം തമ്പുരാനെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ എപ്പോഴും സന്തോഷം കിട്ടും. ഇത് പറ്റുന്ന എന്താണെന്നറിയാമോ? ഒരുപാട് നാളായി പല ഗ്രൂപ്പുകളിൽ പോയി ഇങ്ങനെ ധ്യാനമൊക്കെ നടത്തി വരുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, ധ്യാനം എല്ലാം കഴിഞ്ഞ് ഒരു കൗൺസിലിങ്ങാന്നും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിനൊക്കെ ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തെ തീഷ്ണത കണ്ട ഇപ്പം തന്നെ മാർപ്പാപ്പയ്ക്ക് പേരെത്തിച്ചു കൊടുക്കാൻ തോന്നും, വിശുദ്ധിയെന്ന് പ്രഖ്യാപിക്കാൻ. എൻ്റെ അമ്മേ, എനിക്കിപ്പം പ്രാർത്ഥിക്കാതെ ഇരിക്കത്തില്ല അമ്മേ, എനിക്ക് എന്നും കുർബാനയിൽ പങ്കെടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എനിക്ക് അപ്പടി ദേഷ്യം കേട്ടോ, ഇപ്പം അതൊക്കെ ഒരുപാട് കുറവുണ്ട് അമ്മേ. അയ്യോ, എനിക്കിപ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാടൊക്കെ ഇങ്ങനെ പറയും. 3 ദിവസം കഴിയുമ്പം മുഖം വല്ലാതിരിക്കുന്നു, ഷേപ്പ് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുക, എന്നാ പറ്റി ചേച്ചി? ഒന്നും പറയണ്ടമ്മേ, ഇതൊന്നും എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. ഏത്? ഈ എപ്പോഴും സന്തോഷമായിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, സ്തുതിക്കണം. എനിക്കൊന്നും സാധിക്കില്ലമ്മേ. ഇപ്പം എന്നാ പറ്റി? 2 ദിവസത്തേക്ക് ആ പുള്ളിക്കാരന് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. 3-ാം ദിവസം നോക്കിയത് ഇപ്പം കുത്തിയിരിപ്പില്ലേ, അതേപോലെ 3-ാം പക്കം മുതൽ. എന്ത് പരീക്ഷണമാണോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മളാണ് ഇതിൻ്റെ പരിഭവം പറയുന്നത്. സത്യത്തിൽ നമ്മുടെ നാക്കൊന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഒരുപാട് പോരായ്മകൾ മാറിക്കിട്ടേനെ. അതുകൊണ്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷമായി കഴിയാൻ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അവൻ പറയുന്ന ഈ സന്തോഷം എനിക്കുണ്ടാകാൻ അത്യാവശ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതും കൂടി ഒന്ന് ചെയ്യാമെന്ന് നിങ്ങൾ ശരിക്കും അവനവനോട് തന്നെ തീരുമാനമെടുത്ത് ദൈവത്തിൽ ആശ്രയിച്ചങ്ങ് ഇറങ്ങിയാൽ മക്കളെ, ചെകുത്താൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അവന് നിങ്ങളെ ഒരു പൊടി പോലും കിട്ടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഇത്രയും പ്രാർത്ഥിച്ചവരാ, സ്തുതിച്ചവരാ, തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്നവരാ, ഹൃദയപൂർവ്വം ഒന്ന് ചിന്തിച്ചിട്ട് മനസാക്ഷി അനുസരിച്ച് എന്തായിരിക്കും ഇനി ഞാനിതിലിങ്ങനെ തന്നെ തുടരണം, എപ്പോഴും സന്തോഷമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്
തുടരുകയാണെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറും. അപ്പം അതിന് ആദ്യം എന്നിൽ വരേണ്ട മാറ്റം എന്താ? ഓരോരുത്തരും ഒന്ന് ചിന്തിക്കാമോ? ഒരു 2 സെക്കൻഡ് ചിന്തിച്ചേ. ദൈവം നമുക്ക് തരും. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് ഇത്രയും സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും നമ്മെ സഹായിച്ച ഈ സമയത്ത് ദൈവം നമ്മുടെ മനസ്സിൽ തോന്നിച്ചു തരും. ആലോചിച്ച് നോക്കിക്കേ, ആരോടാണ് ഹൃദയത്തിൽ നമുക്ക് സന്തോഷം തോന്നുന്നത്? സാധാരണ ചിന്തിച്ചിട്ട് മതി. ആരുടെ കൂടെ ആയിരിക്കാനാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്? ദൈവം, ഈശോ എന്നൊന്നും പറയരുത്. ജീവിതത്തിലേക്ക് അങ്ങ് നോക്ക്, എന്നിട്ട് പറയ് എങ്ങനെയാണ് നമുക്ക് ഈ സന്തോഷമായിട്ട് സമാധാനമായിട്ട് കഴിയാൻ എന്താ നമ്മൾ ആദ്യം ചെയ്യണ്ടേ? ഉണ്ടായിരുന്നതും കൂടി താഴോട്ട് താങ്ങി പോവുകയല്ലേ, ഒന്നും കിട്ടണില്ലേ? മക്കളെ, നമ്മൾ 1-2 പരിചയക്കാരൊക്കെ ഉണ്ട്. നമുക്ക് വീട്ടിലുള്ളവരായിരിക്കാം, വീടിനടുത്തുള്ളവരായിരിക്കാം, അങ്ങനെയൊക്കെ പരിചയക്കാർ, സ്നേഹിതർ, കുടുംബാംഗങ്ങൾ, സ്വന്തക്കാരൊക്കെ ഉള്ളപ്പോൾ ആരായിരിക്കും വീട്ടിൽ അടുത്തടുത്ത് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? ആർക്കായിരിക്കും നമ്മൾ എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉടൻ ഫോൺ ചെയ്ത് അറിയിക്കുന്നത്? ആര് വരുന്നത് കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം തോന്നുന്നേ, ഒരു ഉത്സാഹം തോന്നുന്നേ? ആരോടാ നമുക്കങ്ങനെ തോന്നുന്നത്? നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നവര്, അവർ വരുന്ന കാണുമ്പോഴേ നമ്മുടെ മുഖം തെളിഞ്ഞു. എന്ത് വിഷമമുണ്ടെങ്കിലും നല്ല അയൽവക്കം, നല്ല കുടുംബാംഗങ്ങളൊക്കെ ആണെങ്കിൽ വന്നിങ്ങ് കയറുമ്പോൾ എൻ്റെ ചേട്ടനെ ഒന്ന് വിളിക്കണമെന്ന് ഓർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. നമ്മുടെ പറഞ്ഞ ഒത്തേക്ക് പിന്നെയും തുടങ്ങി ആ പണ്ടത്തെ അസുഖം. ഞാൻ എന്നാ ചെയ്യണേ എൻ്റെ ദൈവമേ, ചേട്ടൻ്റെ അങ്ങോട്ടൊന്ന് വരാമെന്ന് ഓർത്തോ. എനിക്ക് ചേട്ടനോട് എല്ലാം പറയാൻ പറ്റും, അതുകൊണ്ടാണ്. ഇനി ചെന്നേച്ചും ചേട്ടനെ വിളിച്ച് തുടങ്ങിക്കോളണം കേട്ടോ. ഇത് വെറും ഉദാഹരണം. അപ്പോൾ മക്കളെ, നമുക്ക് വ്യക്തികളെ ആയിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് എല്ലാം നന്മ ചെയ്യും. ആ ചേട്ടൻ എന്ത് കൊണ്ടുവന്നാലും നമ്മൾ വിഷമുണ്ടോ എന്ന് പരിശോധിക്കാൻ പോവോ? ഇല്ല. നമുക്ക് നല്ല വിശ്വാസം, നല്ല സ്നേഹ, എന്ത് തന്നാലും നമ്മൾ സ്വീകരിക്കും. എല്ലാറ്റിനും നമുക്ക് നന്ദിയുണ്ട്. ഈ ചേട്ടനൊരു കാര്യം, ഉപദേശം ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ആരോടും വേറെ ചോദിക്കാൻ പോയില്ല. അപ്പോൾ നമുക്ക് നന്ദി പറയണമെങ്കിൽ നമുക്ക് സ്നേഹം തോന്നണം. സ്നേഹം തോന്നണമെങ്കിൽ നമുക്ക് തന്നെ ഒരു വിശ്വാസം തോന്നണം. അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ സ്നേഹിക്കും. അയാളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അയാൾ ചെയ്തു തരുന്ന കൊച്ചു സഹായങ്ങൾക്ക് പോലും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും. ഇനി എൻ്റെ മക്കളൊന്ന് ചിന്തിച്ചേ, ദൈവത്തിന് എന്നോട് ഏറ്റവും വലിയ സ്നേഹമുണ്ടെന്ന് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് വിശ്വാസം. എന്നെ ചതിക്കില്ല, എനിക്ക് കേടുവരുത്തില്ല, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ദൈവം. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ മനസ്സിൽ ഒരു വലിയ ഉറപ്പ് തരുന്നതാണ് ആര്? മൂത്ത ചേട്ടൻ. ആരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് ഈ ബോധ്യം നമുക്ക് തരേണ്ടത്. ഏത് ബോധ്യം? ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവാണ് നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ദൈവത്തെ സ്നേഹിക്കാനും അങ്ങിൽ വിശ്വസിക്കാനും നമുക്ക് സാധിക്കും. ഇത് മറന്നു പോകരുത്. അതുകൊണ്ട് ഇത് സ്വന്തമായി ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കണം. നിങ്ങളിങ്ങനെ ഓരോ പരിപാടികൾക്ക് പോകുമ്പോഴും ഈശോയുമായി കുറച്ച് സമയം സ്തുതിച്ച് പ്രാർത്ഥിച്ചൊക്കെ ചെലവഴിക്കുമ്പോൾ ഉള്ളിൽ നിറഞ്ഞു വരേണ്ട ഒരാശയം ഇതാണ്: എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും, എൻ്റെ ദൈവത്തിന് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. പഴയ നിയമത്തിലെ ഏതെങ്കിലും പ്രവാചക പുസ്തകങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞു വായിച്ചിട്ടുണ്ടോ? മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഉടനെ പല്ലെല്ലാം പുറത്തു വരും. എൻ്റെ പൊന്നുസ്റ്റേ, എന്നോട് ചോദിച്ചേക്കല്ലേ, വായിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് കുറച്ചൊക്കെ വചനം കിട്ടുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സന്തോഷമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രവാചക പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ആശയം? ഭയപ്പെടേണ്ട, ബാക്കി പറ, ഞാൻ നിന്നോടുകൂടിയുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട. യേശയ്യാ പ്രവാചകൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ഓർക്കുന്നുണ്ടോ?
43 അധ്യായത്തിൽ അദ്ദേഹം നമ്മോട് ദൈവസ്നേഹത്തെപ്പറ്റി പറയുന്നു. അവിടെ കർത്താവ് നമ്മളോട് 3 കാര്യങ്ങൾ തെളിവായി സംസാരിക്കുന്നുണ്ട് 43 അധ്യായത്തിൽ. അപ്പോൾ ഞാൻ സൃഷ്ടിക്കുകയും ഞാൻ രൂപപ്പെടുത്തുകയും ചെയ്ത മക്കളെ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിങ്ങൾ എൻ്റേതാ. എത്ര മനോഹരാന്ന് നോക്കി. ഇതൊക്കെ നമ്മൾ ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? എന്ത് സുഖമാണ് മക്കളെ. പ്രത്യേകിച്ച് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്ത് ശ്രമിച്ചിട്ടും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ, പിന്നെ എന്ത് ചെയ്യുക എന്നൊക്കെ എൻ്റെ മക്കൾ പറയുമ്പോൾ വെറുതെ നിങ്ങളുടെ ബൈബിൾ എടുത്ത് അതിൻ്റെ അധ്യായങ്ങളൊക്കെ എവിടെയാണെന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ട്, എന്നിട്ടിപ്പം നമ്മൾ ഈ ഏശയ്യാ 41 എടുക്കാമെന്ന് ഓർത്തോ. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ബൈബിള് 2 ഭാഗവും കൂടി ഉണ്ടെങ്കിൽ എടുത്തൊന്ന് തുറന്നു നോക്കിക്കേ. ഏശയ്യാ പ്രവാചകൻ്റെ 43 അധ്യായം 43:1 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. അപ്പം ഇന്ന് നമ്മൾ കേട്ടത് മുഴുവൻ വിശ്വസിക്ക്, തമ്പുരാനിൽ അങ്ങ് വിശ്വസിക്ക്. ആ വിശ്വാസം നമ്മളിൽ ആഴപ്പെടുന്നതിന് ആദ്യം വേണ്ടത് ദൈവസ്നേഹത്തെക്കുറിച്ച് എന്തുമാത്രം ബുദ്ധിമുട്ടോ രോഗങ്ങളോ പ്രയാസങ്ങളോ വന്നാലും തകരാത്ത, ഉലച്ചിൽ വരാത്ത ഒരു സ്നേഹം, ഒരു വിശ്വാസം നമുക്ക് വേണം. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോധ്യം എൻ്റെ മക്കൾ ജീവിതത്തിൽ വരുത്തി തീർക്കണം. എനിക്കോ എന്തു വരുമ്പോഴും എനിക്കറിയാം, ദൈവമേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാനിങ്ങനെയൊക്കെ ആഗ്രഹിച്ചിരുന്നേ, പക്ഷെ അതൊന്നും നടന്നില്ലേലും എനിക്ക് നന്മയായിട്ടുള്ളതാണ് നീ തരുന്നതെന്നുള്ള ബോധ്യം ഏതനുഭവത്തിൽ കൂടെ പോകുമ്പോഴും നമുക്കുണ്ടാകത്തക്ക വിധം ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം നമുക്ക് കിട്ടണം. ഈ അധ്യായത്തിൽ തന്നെ നിങ്ങൾ അടുത്ത വാചകം നോക്കിക്കുക. ഇപ്പം നമ്മൾ വായിച്ചതിന് തൊട്ടടുത്ത് വരുന്നത്, നീ കടന്നു പോകുന്നത് വലിയ ഒരു കോളിളക്കമുള്ള സമുദ്രത്തിൽ കൂടിയാണെങ്കിലും പേടിക്കണ്ട കേട്ടോ, ഞാൻ കൂടെ ഉണ്ടെന്നേ, ഒരാപത്തും വരില്ല. അപ്പോൾ നിനക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നിന്നെ ഭയപ്പെടുത്തുമാറ് അത്ര ഭീകരതയുള്ളതാണെങ്കിലും പേടിക്കണ്ട മക്കളെ, ഞാൻ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന രൂപയോ നമ്മുടെ മോൻ ഫോറിനിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളോ, അങ്ങനെ നമുക്ക് ഈ പലയിടത്തു നിന്നും പലതും ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതൊന്നും നോക്കിയല്ല സന്തോഷിക്കേണ്ടത്. പിന്നെ എന്ത് നോക്കിയാണെന്നറിയാമോ? എനിക്ക് എന്ത് സംഭവിക്കുമ്പോഴും, ഞാനിങ്ങനെ പെരുവെള്ളത്തിൻ്റെ ആഴത്തിലേക്ക് മുങ്ങിത്താഴാൻ പോയാലും, കാട്ടുതീപ്പെട്ട ഞാൻ കരിഞ്ഞു പോകുമെന്ന ഘട്ടം വന്നാലും എനിക്കൊരു പേടിയില്ലല്ലോ, എനിക്കൊരു പേടിയില്ല. എന്തുകൊണ്ടാ? എൻ്റെ ചേട്ടന്മാരെന്നെ ഓടി വന്ന് സഹായിക്കും. അതുകൊണ്ടല്ല. ഒക്കെ കത്തിപ്പോയാലും എൻ്റെ അപ്പനിപ്പോഴും മരിച്ചിട്ടില്ല, അപ്പനെനിക്കെല്ലാം വാങ്ങിച്ചു തരും. അതും കൊണ്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാണ്? ഇവിടെ ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞേ? ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് ഭയപ്പെടേണ്ട? ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, ഞാനാണ് നിന്നെ വളർത്തി വലുതാക്കിയത്, ഞാനാ നിന്നോട് പറയണത് ഭയപ്പെടേണ്ട. കാട്ടുതീ പോലെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിന്നെ സംരക്ഷിക്കും. മലവെള്ളപ്പാച്ചിൽ പോലെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ നിനക്ക് കൂട്ടുനിൽക്കും. അപ്പം നമ്മളിങ്ങനെ ബൈബിള് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എഴുത്തും വായനയും അറിയണം. അതിപ്പോൾ ബൈബിൾ എടുത്ത് തുറന്നാൽ ഉടനെ അമ്മേ എഴുത്തും വായനയും വരും. അത് പഠിക്കണം. അത് പഠിച്ച് വായിക്കാനും വായിക്കുന്നത് മനസ്സിലാക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ ബൈബിള് പ്രാർത്ഥിച്ചങ്ങ് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ബൈബിള് വായിച്ചിട്ടുള്ളപ്പോൾ മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ചില വാചകങ്ങളുണ്ട്, അത് ഡോട്ട് പെൻ കൊണ്ട് അടിവരെ ഇട്ടിടണം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കണം മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നെന്ന് അറിയുമ്പോൾ നിങ്ങൾ ബൈബിള് തുറക്കുമ്പോഴേ ഏത് വാചകം നിങ്ങൾ ശ്രദ്ധിക്കും? ആദ്യം ഏത് വാചകം? നമ്മൾ അടിവരയിട്ടിരിക്കുന്ന വാചകം ശ്രദ്ധിക്കും. ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു നിമിഷത്തിൽ ബൈബിള് തുറന്നപ്പോൾ ഈ 43 അധ്യായം എനിക്ക് കിട്ടിയെന്ന് ഓർത്തോ. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായമൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ ആ ഭാഗം ഒന്ന് വായിക്കുക മനസ്സിൽ. ഞാൻ തനിച്ച്, മറ്റുള്ളവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ തനിച്ച് വായിച്ചാൽ മതി, ഒരു സ്വരം കേൾപ്പിക്കണ്ട.
അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഇതെങ്ങനെ വേണമെന്നൊന്ന് കാണിക്കാൻ വായിക്കുന്നത് കൊണ്ട് ഉറക്കം വായിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ എടുത്തു, മനസ്സിൽ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ചു. എന്നിട്ട് ഞാൻ വായിക്കുകയാണ് തമ്പുരാൻ്റെ സഹായത്തോടെ. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇത്രയും ഞാൻ വായിച്ചിട്ട് ഒരു സെൻറ്റൻസ് ഉള്ളത്. ഇത്രയും വായിച്ചിട്ട് ഞാനിങ്ങനെ പയ്യെ പുസ്തകം എൻ്റെ മടിയിലോട്ട് വെച്ചിട്ട് ഞാൻ തമ്പുരാനോട് പറയുക, എൻ്റെ ഈശോയെ, പഴയ നിയമത്തിലെ തമ്പുരാൻ ഞങ്ങളോട് പറഞ്ഞ ഈ വാചകം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണേ. അങ്ങ് വ്യക്തമായി ഞങ്ങളോട് പറഞ്ഞല്ലോ, നീ ഭയപ്പെടേണ്ട, ഞാനാ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഞാനാ നിന്നെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്, ഭയപ്പെടേണ്ട മോളെ. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ കാത്തു സൂക്ഷിക്കും. വചനത്തിലൂടെ നീ ഉറപ്പ് തന്നു. മലവെള്ളപ്പാച്ചിൽ പോലെ പ്രശ്നം വന്നാലും ഞാൻ സംരക്ഷിക്കും. കാട്ടുതീ പോലെ പ്രശ്നങ്ങൾ നിന്നെ തകർക്കുമെന്ന് തോന്നിയാലും ഭയപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. എൻ്റെ കർത്താവെ, ഈ ബോധ്യം എനിക്ക് നന്നായിട്ട് തരണേ. ഞാൻ തുടർന്നുള്ള ജീവിതത്തിൽ എന്ത് പേടിപ്പെടുത്തുന്ന കാര്യം കണ്ടാലും ഉടനടി നീ പറഞ്ഞ ഈ വാചകം ഓർക്കാനും അത് വെച്ചുകൊണ്ട് നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കാനുമുള്ള കൃപ എനിക്ക് തരണേ. അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കാനുള്ളത് തീർന്നെന്ന് വിചാരിച്ചോ. ഉടനെ അടുത്ത വാചകം നമ്മളെടുത്ത് വായിക്കണം. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല. അതും വീണ്ടും മറ്റൊരു ഭാഗം. അപ്പം ഞാനതിങ്ങ് വായിച്ചും പയ്യെ ബൈബിൾ മടിയിലേക്ക് വെച്ചിട്ട് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനോട് പറയുക, എൻ്റെ അപ്പച്ച, എന്ത് സുന്ദരമായിട്ടാണ് എന്നോട് നീ സംസാരിച്ചേ. കാട്ടുതീ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഈ ഉണങ്ങി വരണ്ടിരിക്കുമ്പോൾ ചില ഭാഗത്ത് ഒരപ്പച്ചൻ തലേ ദിവസം രാത്രി സിനിമയൊക്കെ കഴിഞ്ഞു പോയപ്പോൾ ഒരു കുറ്റി ബീഡി വലിച്ചെറിഞ്ഞതാ, തീ കെടുത്താതെ. അവിടെ മുഴുവൻ ആളി കത്തി നിലം പരിശായിപ്പോയി. എത്ര വീടുകളിൽ റബ്ബർ പോകുന്നു, ഏലം പോകുന്നു കാട്ടുതീയിൽപ്പെട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം നിനക്ക് വന്നാൽ പോലും കർത്താവ് പറയുക, എൻ്റെ മോള് പേടിക്കണ്ട, നിന്നെ സംരക്ഷിക്കാൻ ഞാനുണ്ടെന്നേ. എൻ്റെ ഈശോയെ, ഇങ്ങനെ നീ എന്നോട് അരുളി ചെയ്തല്ലോ. ഇന്നും അങ്ങനെ തന്നെ ഈശോയെ. ഒരുപാട് കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ എനിക്ക് വരുന്നുണ്ട്. എൻ്റെ രണ്ടാമത്തെ ചെറുക്കൻ ഉണ്ടാക്കിയത് മുഴുവൻ നശിപ്പിക്കുന്നുള്ള മട്ടിലാണ്. എന്തോരം പൈസ കർത്താവെ അവൻ കൊണ്ടുപോയി കളയുന്നത്. എനിക്ക് ചില നേരത്ത് അവനെ ഒറ്റ മുട്ടിന് ഉറക്കാൻ തോന്നും. എന്നാലും ഞാൻ വിശ്വസിക്കുക, നീ എന്നെ സംരക്ഷിക്കും, എൻ്റെ കൊച്ചിന് നല്ല ബുദ്ധി കൊടുക്കും. ഇത് ഇങ്ങനെ നമ്മളെങ്ങനെ ആ വചനം വായിച്ചു ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ വരും. അതങ്ങ് പ്രാർത്ഥിക്കുക. അപ്പം എന്താ ഗുണമെന്ന് പറഞ്ഞോ, ഏതാനും ദിവസം നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറും. നല്ലപോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നും. കുറച്ച് കഴിയുമ്പോൾ എത്ര പ്രാർത്ഥിച്ചാലും മതിയാകില്ല. നമുക്ക് വചനം തുറന്നു വെച്ച് ഇതിനധികം ഡിഗ്രി ഒന്നും വേണ്ട. വചനം നമ്മളിങ്ങനെ വായിക്കുന്നു. ഏതാനും വചനം വായിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് ആ വചനം തരുന്ന നല്ല ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ തമ്പുരാനോട് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കും തോറും ദൈവത്തിൻ്റെ നന്മ നമുക്ക് ഓർമ്മ വരും. അവൻ എന്നെ പരിപാലിച്ച നാളുകൾ ഞാൻ ഓർക്കും. ഒന്നിനും ഒരു കുറവുമില്ലാതെ കർത്താവ് എന്നെ ഇന്ന് വരെ കൊണ്ടു നടന്നല്ലോ എൻ്റെ ദൈവമേ. അപ്പം നമ്മൾ വിചാരിക്കും വ്യക്തിപരമായിട്ട് അന്ന് ആ പട്ടി കടിക്കാനിട്ട് ഓടിച്ചപ്പോൾ ദൈവം സഹായിച്ചില്ലായിരുന്നെങ്കിൽ കടിച്ച് മുറിച്ച് നിലം പരിശാക്കിയേനെ. അന്ന് ആ ഇവിടെ നിന്ന് തീ പിടിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോൾ എങ്ങനെയാണ് എൻ്റെ വല്യമ്മച്ചിക്ക് 67 വയസ്സ് പ്രായം, വടിയും കുത്തിയാണ് നടക്കുന്നത്. കുറേ കശുമാവുള്ള തോട്ടമുണ്ട്. അപ്പം ചുമ്മാ ഇരുന്ന നേരത്ത് ഈ കുത്തിപ്പിടിക്കുന്ന വടിയുമായിട്ട് വല്യമ്മച്ചി കശുമാവിൻ്റെ ചോട്ടിൽ കൂടെ കശുവണ്ടി ഉറക്കാൻ പോയി. അപ്പം ഈ ഒരുപാട് തെങ്ങുള്ള നാടാണ്. തെങ്ങിൻ്റെ ഓല മെടഞ്ഞാണ് വേലികളൊക്കെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അപ്പം അമ്മമ്മ കശുമാങ്ങ പറക്കുന്ന അവിടെ ഒരു തുളയുണ്ട് വേലിക്ക്. ആ തുളയിൽ കൂടെ ഒരു പേപ്പട്ടി നാക്കുമൊക്കെ ഇങ്ങനെ നീട്ടി അമ്മമ്മയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അമ്മമ്മ ഈ കുത്തിപ്പിടിക്കാൻ കൊണ്ടുപോയ വടി മാത്രമേ കയ്യിലുള്ളൂ. അത് പൊക്കി പട്ടിയെ തല്ലാനൊന്നും അമ്മമ്മയ്ക്ക് ശക്തിയില്ല. അപ്പം അമ്മമ്മ എന്ത് വരുമ്പോഴും വിളിക്കും, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ, ഈശോയെ, എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ് ഈ വടി കുത്തിപ്പിടിക്കണ വടി ഈ പേപ്പട്ടി ഇളകി എന്താ ചെയ്യണേന്ന് പോലും അതിന് തന്നെ അറിയത്തില്ല. അങ്ങനത്തെ പേപ്പട്ടിയുടെ നേരെ ഇതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പട്ടി
പട്ടി അതിൻ്റെ ഇടയ്ക്ക് വിളിക്കും, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ. ഏതായാലും പട്ടി തോൽവി സമ്മതിച്ച് ഇങ്ങോട്ട് കയറിയ തുളയിൽ കൂടെ തന്നെ അങ്ങോട്ട് കടന്നപ്പോഴത്തേക്ക് ആരാണ്ടൊക്കെ കേട്ടു അമ്മമ്മയുടെ സ്വരം. ഉടനെ അവർ വന്ന് 2-3 കല്ലൊക്കെ കൊണ്ടുവന്ന് ആ തുളയുടെ അവിടെ വെച്ച് തൽക്കാലത്തേക്ക് രക്ഷയായി. അമ്മമ്മ പറയും, ഓ ആ വടി അല്ലായിരുന്നെങ്കിൽ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കൂട്ടിപ്പിടിപ്പിക്കും, ഓ ആ നേരത്തെ എനിക്ക് ഈശോയേന്ന് വിളിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അമ്പടി അതാ എന്നെ രക്ഷിച്ചല്ലേ. പിന്നെ അല്ലാണ്ട് വടിയല്ലേ ആളുകളെ രക്ഷിക്കണേ. ഇപ്പം അങ്ങനെയേ പറയുള്ളൂ. ആ കാര്യം പറയുകയാണെങ്കിലും ഓ ഈശോയേന്ന് വിളിച്ച കാരണം മക്കളെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഈ ഒരു സ്വഭാവം എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടാവണം. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ രൂപപ്പെട്ട നിമിഷം മുതൽ ഇന്നോളം എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചതും കൊണ്ടു നടന്നതുമായ കുറേ സംഭവങ്ങൾ ഏതാനും നാളിങ്ങനെ പെറുക്കി പറഞ്ഞ് നിങ്ങളതിന് നന്ദി പറഞ്ഞ് തുടങ്ങുവാണെങ്കിൽ ദൈവത്തോടുള്ള എന്ത് വികാരം നിങ്ങളുടെ ഉള്ളിൽ ഉറയ്ക്കും? ദേഷ്യം അല്ലേ? പിന്നെ നിങ്ങളെന്നെ മിണ്ടായിരിക്കണേ. ദൈവത്തോടുള്ള സ്നേഹമുറയ്ക്കും, ദൈവത്തോടുള്ള വിശ്വാസമുറയ്ക്കും. എന്ത് വരുമ്പോഴും വലിയ ഇട്ടിപ്പിടിയെന്ന് വരുമ്പോഴും നമ്മൾ ഒട്ടനെ ഉറക്ക പറയും, എന്തെന്ന്, എൻ്റെ ദൈവമേ 1000 നന്ദി, നീ എന്നെ രക്ഷിച്ചതിന് 1000 നന്ദി. ഇങ്ങനെ ഈ ദൈവത്തെ സ്നേഹിക്കാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഓർമ്മ വരും. അത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് സദാ അവിടത്തേക്ക് നന്ദി പറയണം. കർത്താവേ നന്ദി, ഇന്നോളം നീ ചെയ്തതിന്. അത് മാത്രമായിട്ട് പറയരുത്, ഇടയ്ക്കിടയ്ക്ക് അതെല്ലാം ഓർത്ത് ദൈവമേ നന്ദി, ദൈവമേ നന്ദി എന്ന് വിളിക്കണം. ഇനി നമ്മളിവിടെ 45-ാമത്തെ അധ്യായത്തിലും 46-ാമത്തെ അധ്യായത്തിലും ഒക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതിലെ ഒരു ഭാഗവും കൂടെ ഞാനൊന്ന് വായിക്കട്ടെ. കർത്താവ് പറയും, പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് സ്നേഹമില്ലാതെ വരുമോ? മുലയൂട്ടുന്ന അമ്മച്ചി തൻ്റെ കുഞ്ഞിനെ മറന്നു പോകുമോ? അതുപോലെയാണ് ഇനി ആ അമ്മ കൊച്ചിനെ മറന്നാൽ പോലും ഞാൻ നിങ്ങളെ മറക്കുന്ന പ്രശ്നം ഉദിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടാകില്ല. അതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പരിപാലനയും എൻ്റെ ദൈവം എനിക്ക് ഇന്നോളം ചെയ്ത നന്മകളും അവിടെ നിന്ന് നയിക്കുന്ന വഴികളും മനസ്സിലിങ്ങനെ ഓർത്തോർത്ത് സ്തുതിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ ഇന്ന് വരുന്ന നന്മകൾ അതിനോട് ചേർത്താൽ നിങ്ങൾക്ക് വേറെ ഒന്നും പ്രാർത്ഥനയ്ക്ക് അന്വേഷിക്കേണ്ടി വരില്ല. ദൈവം എന്നെ അതുപോലെ സ്നേഹിക്കുന്നു. ഇനി നമുക്ക് ഇന്ന് ദൈവം ചെയ്തതൊന്നും മനസ്സിലായില്ല. നമ്മൾ വലിയ കാര്യമായിട്ടൊരു പരിപാടി ആസൂത്രണം ചെയ്തു വന്നതാ. അത് എങ്ങനെയാക്കണമോ അതിന് നേരെ വിപരീതമായിട്ടൊക്കെ കൂടി നശിച്ചുപോയി. അപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, എൻ്റെ ദൈവം എനിക്ക് തരുന്ന നഷ്ടങ്ങൾ പോലും നന്മയാക്കാൻ അവിടത്തേക്ക് സാധിക്കുമെന്ന് എൻ്റെ മക്കൾ ഓർത്തിരിക്കണം. ഇത് റോമ 8:28 പറയുന്നതാ. ഓർക്കുന്നുണ്ടോ വാചകം? തൻ്റെ പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കില്ല, നൊന്ത് പ്രസവിച്ച കുഞ്ഞിനോട് അമ്മ കരുണ കാണിക്കാതിരിക്കില്ല. ഇനി അവൾ അങ്ങനെ കാണിച്ചാലും ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും. എന്നിട്ട് 8:28 നമ്മളോട് പറയുകയാണ്, എന്ത് നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴും ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ദൈവം സ്നേഹിക്കുന്ന നിങ്ങൾക്ക് എന്ത് കഷ്ടത വന്നാലും ദൈവം അത് എന്താക്കി മാറ്റുമെന്ന്? എന്താക്കി മാറ്റും? നന്മയാക്കി മാറ്റും. ഇതൊക്കെ ഒരു ആരും ഇല്ലാത്ത നേരത്തെ നമ്മുടെ മുറിയിലിരുന്ന് ഉറക്കെ അങ്ങോട്ട് പറയണം, ഒരു 10-20 പ്രാവശ്യം. ദൈവം മാത്രം കേട്ടാൽ മതി. അല്ല പിന്നെ എൻ്റെ പൊന്നുശ്രീ എന്തോ ഒരു സീരിയലായിപ്പോൾ. ഒന്നിൻ്റെ ഇവിടെ നിന്ന് കണ്ണെടുക്കുന്നതിന് മുമ്പ് മറ്റതിലേക്ക് നോക്കാൻ തോന്നും. എന്നാ രസമാണ്. ഒരു വീട്ടിലെ ഭയങ്കര വഴക്ക് മൂത്ത് ഇപ്പം ചിലരുടെ മനസ്സിലിരിപ്പില്ലേ, ഡൈവോഴ്സ്. പറയാറിയില്ല, എന്നാലും അത് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ഓർത്തായിരിപ്പം. അപ്പം അങ്ങനെ ഡൈവോഴ്സിനൊക്കെ ഒരുങ്ങിയിരിക്കുക. എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, ഇവക്ക് ഡൈവോഴ്സ് വേണമെന്ന്. അപ്പച്ചനോ, എൻ്റെ പൊന്നമ്മേ, ഞാൻ ഡൈവോഴ്സ് വേണമെന്ന് പറയില്ല. കാരണം ഇനി ഒന്നിനെ കെട്ടി ആദ്യം മുതൽ തുടങ്ങാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. വയസ്സുമായി, പ്രായമായി, പറ്റില്ല. ഈ ഉള്ളത് തന്നെ ഇതിച്ചിരി കഞ്ഞിയൊക്കെ വേവിച്ച് തന്നു, ആ പശുവിനെയും കൂടി ഒന്ന് കറന്നും കൊണ്ടുവന്നാൽ പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഡൈവോഴ്സ് വേണമെന്ന് നിർബന്ധം, ഭർത്താവിന് ഈ ഭാര്യയെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെ വീട്ടിലുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ മതി എന്നാണ്. കാരണം രണ്ടാമതൊന്നുമായിട്ട് ഹരിശ്രീ മുതൽ തുടങ്ങാൻ
വല്യപ്പൻ നേരമില്ല, പറ്റുകയില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് അകന്നു മാറണമെന്നും സ്വന്തം കാര്യം നടക്കണമെന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നത്. അതുകൊണ്ട് എൻ്റെ തമ്പുരാൻ പറഞ്ഞു തരുന്നത് എപ്പോഴും ഓർത്തോളണം. എന്താ അവിടെ നിന്ന് പറഞ്ഞു തന്നെ? എന്നെ സംബന്ധിച്ചിടത്തോളം തമ്പുരാനെ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ, അവനാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ, നാശമായി തോന്നുന്നത് പോലും നന്മയാക്കി മാറ്റാൻ ദൈവത്തെ കൊണ്ട് പറ്റും. അപ്പോഴും നമ്മൾ എന്തിലേക്ക് വരും? ദൈവത്തോട് എല്ലാത്തിനും വേണ്ടി എന്ത് പറയണമെന്നൊരാശയം വരും. നന്ദി പറയണം. കഷ്ടതയാണ് ദൈവം നമുക്ക് തന്നത്. ഈ കഷ്ടത പോലും എൻ്റെ നന്മയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തെ കൊണ്ട് സാധിക്കുമെന്നേ, സാധിക്കും. ഇത് അനുഭവങ്ങൾ പെറുക്കി വെച്ച് വചനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുമ്പോഴേ ഇത് ബോധ്യമാവുള്ളൂ. അപ്പോൾ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ബോധ്യം, എനിക്ക് എന്ത് തിന്മ വന്നാലും എൻ്റെ ദൈവം അത് നന്മയാക്കി മാറ്റും എന്നുള്ള ബോധ്യം, ഈ രണ്ട് ബോധ്യവും നിങ്ങൾ വളർത്തി മനസ്സിൽ കൊണ്ടെന്നാൽ ഏത് ഭാഗത്തു നിന്ന് വചനമെടുത്താലും ആ വചനം വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. എബ്രായരുടെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ തിരുവചനം, പഴയ കാലത്ത് ദൈവം പ്രവാചകന്മാരിലൂടെ നമ്മോട് സംസാരിച്ചു. എന്നാൽ ഈ ഉറക്കം തൂങ്ങുന്ന കാലത്താകട്ടെ അവിടുന്ന് ആരിലൂടെ നമ്മോട് സംസാരിക്കുന്നു? സ്വന്തം മകനിലൂടെ, ഈശോയിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ പറഞ്ഞു വെച്ചു. എന്നിട്ട് മത്തായി സുവിശേഷകൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ആദ്യം വിവരിക്കുന്നത് ദാനധർമ്മത്തെക്കുറിച്ചാണ്. ദാനധർമ്മത്തെക്കുറിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഇതൊന്ന് കുറിച്ചിട്ടാൽ നിങ്ങൾക്ക് ചെല്ലുമ്പോഴേ എടുത്ത് വായിക്കാം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യരുത്. ഞാനും ഇടുന്നതേ അവനൊന്ന് കണ്ടോട്ടെ, അങ്ങനെ കാണിക്കാൻ വേണ്ടി വേണ്ട. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാനും ദാനധർമ്മം ചെയ്യേണ്ട പരസ്യമായിട്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് സ്വർഗസ്ഥനായ നിന്റെ പിതാവ് മാത്രം അറിഞ്ഞാൽ മതി. ഈശോ പറയാ. അപ്പോൾ ഞാൻ നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആര് മാത്രം അറിഞ്ഞാൽ മതിയെന്ന്? ആരറിഞ്ഞാൽ മതിയെന്ന്? സ്വർഗസ്ഥനായ പിതാവ് മാത്രം. അതിനു വേണ്ടിയിട്ടേ അപ്പോൾ ദൈവത്തെ ഈശോ ആരായിട്ടാ നമുക്ക് പറഞ്ഞു തന്നേ? പിതാവ്, സ്വർഗസ്ഥനായ നിന്റെ പിതാവ്. രണ്ടാമത് പറയുന്നത്, എന്നിട്ട് ഈശോ നമ്മളോട് പ്രാർത്ഥനയെക്കുറിച്ച് പറയും. അവിടെയും ഏതാണ്ട് ഇതേ ആശയം തന്നെ 5 മുതലുള്ള വാക്യങ്ങളിൽ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. നീ പ്രാർത്ഥിക്കുമ്പോൾ അമിത ഭാഷണമൊന്നും കർത്താവിന് ഇഷ്ടമല്ല. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഇഷ്ടം അവിടത്തേക്ക് അറിയാം. അവിടുന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു വേണോ വേണ്ടിയോ എന്ന്. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് തൊട്ട് താഴെ ഈശോ പഠിപ്പിക്കുക പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത്. ആദ്യം തുടക്കം എങ്ങനെയാണെന്ന് നോക്കിക്കേ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കണ്ടോ? ഈശോ പഠിപ്പിക്കുന്ന. അപ്പം നമ്മളും പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന കർത്താവിൻ്റെ ആഗ്രഹം. അവസാനത്തെ പാരഗ്രാഫ് നോക്കിക്കേ മക്കളെ. മത്തായി സുവിശേഷകൻ 6-ാം അധ്യായം അവസാനത്തെ പാരഗ്രാഫ്. അവിടെ കർത്താവ് പറയുകയാണ് നമ്മളോട്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഒന്നും പേടിക്കണ്ട, ഒക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. അവനെ ഏൽപ്പിച്ചേക്കുന്ന കാര്യങ്ങൾ അങ്ങ് ഭംഗിയായിട്ട് ചെയ്യേ, അപ്പോൾ ബാക്കിയെല്ലാം കർത്താവ് തരും. അപ്പം ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇപ്പം എന്നോട് പറയുക, സിസ്റ്ററെ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ട് ഒന്നും എനിക്ക് തരുന്നില്ലല്ലോ സിസ്റ്ററെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കർത്താവ് ഇവിടെ പറയുക, നിങ്ങൾ ആദ്യമേ ദൈവത്തിൻ്റെ ഇഷ്ടം നോക്ക്, അപ്പോൾ ബാക്കിയെല്ലാം തരും. അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ. വീട്ടിൽ പോയി തുടർച്ച ഉറക്കം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയല്ല, ഒരു 5 മിനിറ്റ് ഒന്ന് കുത്തിയിരുന്നിട്ട് ചിന്തിക്കണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണോ ചെയ്യുന്നത്? അപ്പോൾ ദൈവം എൻ്റെ ആരാ? പിതാവാ. അവിടെ നിന്ന് എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് എന്നെ എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. ഇനി ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഈ സ്നേഹിക്കുന്ന പിതാവ് നമ്മളോടൊരു കാര്യം പറഞ്ഞ് മനസ്സിൽ തരുക. എന്താ അവിടെ പറയുന്നത്? അവിടെ കർത്താവ് എന്നോട് പറയുന്നു, 29-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും എനിക്കൊരു പദ്ധതിയുണ്ട്. കേട്ടോ? ആർക്കാ?
ആർക്കാ? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് നിങ്ങൾ പല അനുഭവങ്ങൾ കേട്ടതാ. അപ്പം അതുകൊണ്ട് എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് ഉറപ്പിച്ച് പറയുന്നു, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അതനുസരിച്ചേ കാര്യങ്ങൾ പോവുള്ളൂ. പിന്നെ നമ്മളെന്തിനാ ബഹളം വയ്ക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വലിയ ചോദ്യമൊന്നുമല്ല. നമുക്ക് ഈ കഷ്ടനഷ്ടങ്ങളൊക്കെയും വിഷമങ്ങളും രോഗങ്ങളും ഒക്കെയും ദൈവം തരുന്നത്, സാമ്പത്തിക ഞെരുക്കങ്ങൾ, കൃഷിയൊക്കെ നശിച്ചു പോകുന്ന അനുഭവം, അങ്ങനെയൊക്കെ തരുന്നത് ദൈവത്തിന് സ്നേഹമുള്ളത് കൊണ്ടാ ആണോ? എന്നാ അതിന് ഉത്തരം പറയാൻ? ഒന്നുകിൽ അതെ അല്ലെങ്കിൽ അല്ല, ഇത്രയല്ലേ പറയാനുള്ളൂ. ഒന്ന് പറഞ്ഞേ. അതെന്താ അങ്ങനെയൊക്കെ തരുന്നത് സ്നേഹം കൊണ്ടെന്നും പറഞ്ഞ്? കഷ്ടപ്പാട്, ദുരിതം, കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതൊക്കെ ഓരോ 2-3 ദിവസത്തെ വെയിൽ എല്ലാം വെട്ടി ഉണ്ടാക്കി കത്തിച്ചോളേണ്ടി വന്നു. അതൊക്കെ സ്നേഹം കൊണ്ടാ? ഹാർട്ട് അറ്റാക്ക് വരുന്നത്, 3 മാസം ഇനി അനങ്ങരുതെന്നും പറഞ്ഞ് കട്ടിലേക്ക് കിടത്തുന്നത് ആണോ? ഭർത്താവിൻ്റെ വശം പറഞ്ഞത് കൊണ്ട് ഭാര്യമാർ ചിരിക്കുക. അവരിഞ്ഞ് നിങ്ങളെ കുറ്റപ്പെടുത്തൊന്നുമില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞേ അമ്മച്ചിമാരെ, എന്തിനാ നമുക്ക് ഈ കഷ്ടതകൾ വരുന്നത്? ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണോ? അതിനൊരു വാക്ക് ബൈബിളിൽ പറയുന്നുണ്ട്. അതറിയായിരുന്നെങ്കിൽ ഇപ്പം നിങ്ങൾ വിളിച്ചു പറഞ്ഞേനെ. കഷ്ടതകള്, ഞെരുക്കങ്ങള്, നമ്മളെ പൊന്നു പോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, എനിക്കൊരു പെങ്കൊച്ചിനെ തരണേന്ന് പ്രാർത്ഥിച്ച് വർഷങ്ങൾ കാത്തിരുന്ന, നോമ്പ് നോക്കി പെരുന്നാൾ ഏറ്റെടുത്ത് കഴിച്ചൊക്കെയാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കാത്തിരുന്നത്. ഒരു കൊച്ച്, അതൊരു പെങ്കൊച്ച്. അങ്ങനെ ഇരിക്കെ ഞാൻ ജനിച്ചു. വലിയ സന്തോഷമായി. എനിക്ക് 3 വയസ്സുള്ളപ്പോൾ നെറുകന്തല മുതൽ ഉള്ളംകാല് വരെ ചൊറി എന്ന് പറഞ്ഞാൽ അറിയാമോ? ഉണ്ടോ? ഈ 1ഉം 2ഉം ഉള്ളപ്പോഴും ഉണ്ടോ ചൊറി വീട്ടിൽ? പശുവിനൊക്കെ അല്ലേ, പട്ടിക്ക്, ആക്കുവാട്ടെ. അപ്പം ഈ ചൊറി, ഒരുപാട് ചൊറി. എന്നിട്ടൊരു വൈദ്യനെ കൊണ്ടുപോയി കാണിച്ച് ആ വൈദ്യനെ കണ്ടുകിട്ടാൻ തന്നെ പാടാന്നാ പറയണത്. വീട്ടിൽ വന്ന് 2 ആഴ്ച താമസിച്ച് എനിക്ക് വേണ്ട മരുന്നുകളൊക്കെ വൈദ്യനും കൂടി പറിച്ചെടുത്ത് കുഴമ്പ് അരച്ചുണ്ടാക്കുന്നു. പിന്നെ കുടിക്കാനൊരു കഷായം, അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ. കാലത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്നെ നോക്കുന്ന ഒരു അമ്മമ്മയുണ്ട്, വീണ്ടപ്പൂ അമ്മമ്മ വന്ന കുറേ കിരികിരാന്ന് കീറുമ്പോൾ ഞാനും ചെല്ലും. ഇതെന്തിനാ വല്യമ്മച്ചിന്ന് ചോദിക്കുമ്പോൾ പറയാം, അമ്മച്ചിയെ കുളിപ്പിക്കാനാന്ന്. എന്നെ കുളിപ്പിച്ച അമ്മച്ചിയുടെ കയ്യിൽ 1-2 ചൊറി. അപ്പം ഞാനും കൂടും. എന്നിട്ട് മുഴുത്തത് ഇത് അമ്മച്ചിക്ക് കേട്ടോ, ഇത് അമ്മച്ചിനെ തേച്ചോ എന്നും പറഞ്ഞ് മുഴുത്ത ഇഞ്ചയൊക്കെ കീറി കൊടുക്കും. അല്ല, ഇഞ്ച കീറിയതൊക്കെ വെള്ളത്തിലിട്ട് ചതച്ച് പാകമാക്കുമ്പോൾ വൈദ്യം വന്നിങ്ങനെ ഇരിക്കും. ചില മരുന്നുകളിട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറ്റി അത് അടുത്തുകൊണ്ട് വയ്ക്കും. എന്നിട്ട് ഈ വല്യമ്മച്ചി, അപ്പച്ചനും അമ്മച്ചിയും കൂടെ എന്നെ ഇങ്ങനെ 2 കയ്യിലും പിടിച്ചങ്ങ് നിർത്തും. ഞാൻ അന്നും ഇതേ മുഴുത്ത സൈസ് തന്നെ കേട്ടോ. എന്നിട്ട് ഈ അമ്മമ്മ ആ ചതച്ച ഇഞ്ച ആ മരുന്നിൽ തന്നെ മുക്കി നെറുകന്തല മുതൽ തേക്കാൻ തുടങ്ങും. വൈദ്യൻ കണ്ണട വെച്ച് ഇങ്ങനെ നോക്കും. എല്ലാ പൊറ്റയും പോകണമെന്നുള്ളതാണ്. അപ്പോഴത്തേക്കും നമ്മളൊരു പരുവാകും. പൊറ്റയെല്ലാം പോകുമ്പോൾ ആ ഒഴുകുന്ന ചോര, ഈ വെള്ളവും കൂടെ കൂടിയിട്ട് പെരും മഴ പോലെ ഈ മിറ്റം നിറച്ച് ചോര. എൻ്റെ ചോര അപ്പടി പോയേന്നും പറഞ്ഞ് അതും കാണിച്ച് കരച്ചിൽ. കുഴമ്പൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല നീറ്റിലായിരിക്കും. അപ്പം എൻ്റെ തൊള്ള തുറന്ന് ഞാൻ കരയുമ്പോൾ അപ്പച്ചൻ ഒരു തോർത്തിങ്ങനെ തോളയിലേക്കിട്ട് എന്നെ പൊക്കിയെടുത്ത് ഈ തോളയിൽ ഇങ്ങനെ ഇരുത്തും. അപ്പം ഞാൻ ജീവൻ പോണ വേദനയ്ക്ക് പിന്നെയും കരയും. അന്നേരം അപ്പച്ചൻ ഉറക്ക പറയും, ഭ്രാന്താ ഇങ്ങോട്ട് വന്നേക്കല്ലേ കേട്ടോ, ഇവിടെ അല്ല കൊച്ചു കരയുന്നത്. അപ്പം അപ്പച്ചൻ്റെ മുടിയിലേക്ക് ഇങ്ങനെ അങ്ങ് അള്ളിപ്പിടിച്ച്, ഭ്രാന്താ ഇങ്ങോട്ട് പോരെ, ഞാനാ കരയുന്നത്. അങ്ങനത്തെ ബഹളമൊക്കെ ആയിട്ട് എന്ത് നല്ല കാലം. അതിൻ്റെയൊക്കെയാണ് ഫോട്ടോ എടുത്ത് വയ്ക്കേണ്ടത്. എന്നിട്ട് എൻ്റെ ഈ മരുന്ന് കുടിപ്പിക്കാനും ഈ ലേഹ്യം ഈ കുഴമ്പ് പുരട്ടാനും എന്നോ ചൊടിയാ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കൊക്കെ. കാരണം അല്ലെങ്കിൽ കൊച്ചു മരിച്ചു പോവും. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്, മാതാപിതാക്കൾ പിതൃശിക്ഷണം തരാത്ത ഏത് മകനും മകളുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. വയസ്സ് ഓർക്കുണ്ടോ അങ്ങനെ? മാതാപിതാക്കൾ പിതൃശിക്ഷണം തരാത്ത ഏത് മകനും മകളുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പം നമുക്ക് മരുന്ന് തന്നതും നമ്മളെ കഷായം കുടിപ്പിച്ചതും നമ്മളെ തേച്ച് മിനുക്കി പൊറ്റയൊക്കെ കളഞ്ഞതും എല്ലാം നമ്മളോട് അവർക്ക് എന്തുണ്ടായിട്ടാ?
സ്നേഹം ഉണ്ടായിട്ടാ. അതാ ഈ പിതൃശിക്ഷണം എന്ന് പറയുന്നത്. എൻ്റെ കൊച്ചിന് രോഗം കൂടി അതങ്ങാൻ ചത്തുപോയാലേ തീർന്നു, വഴിപാട് തീർന്നു. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഈ ഡോക്ടർ പറയാമെന്നോർത്തോ, അമ്മച്ചി ആ കഷായം ഉണ്ടാക്കിയിട്ട് അമ്മച്ചി തന്നെ 3 നേരം അങ്ങ് കുടിച്ചാൽ മതി ഒരാഴ്ച, കൊച്ചിൻ്റെ സൂക്കേട് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമ്മച്ചി പിന്നെ കൊച്ചിന് കൊടുക്കുമോ? ഇല്ല, അമ്മച്ചി കുടിക്കും. അത് കുടിക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, കൊച്ചിന് കുടിച്ചെങ്കിലേ ഫലം കിട്ടുള്ളൂ. അപ്പം നമ്മളൊരപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം അറിഞ്ഞവരാ. ആ സ്നേഹമാണ് ദൈവം നമുക്ക് ചില പ്രത്യേക രോഗങ്ങളും ചില പ്രത്യേക ആപത്തുകളും ചില പ്രത്യേക അസുഖങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ വഴി മുടക്കുമ്പോൾ ദൈവത്തിനുള്ളത്. എൻ്റെ കൊച്ച് നശിച്ചു പോകരുത്, നശിച്ചു പോകരുത്. ഒരൊറ്റ അപകടം, കുടിച്ച് വണ്ടി ഓടിച്ച അപ്പച്ചന് ഒറ്റ അപകടം, അപ്പച്ചൻ്റെ ഒരുപാട് എല്ല് ഈ ഇറച്ചിക്കടയിൽ തൂക്കി കൊടുക്കാൻ പാകത്തിനായി, ഒരുപാട് കേടുപറ്റി. അതിൽ പിന്നെ ആരെങ്കിലും മൂക്കിന് താഴെ കൊണ്ട് കൊച്ചൗസേപ്പിന് കുടിക്കാൻ കൊണ്ടുവച്ചാലും പുള്ളി കുടിക്കില്ല, കുടിക്കില്ല ഇനി എൻ്റെ ആയുസ്സിൽ. അപ്പം ആ അപകടം നന്മയോ തിന്മയോ? നന്മയായിരുന്നു. ഒരുപാട് നോക്കിയിട്ട് മാറ്റാൻ പറ്റാത്ത ഒരു കാര്യമാണ്, പക്ഷെ അത് എളുപ്പത്തിൽ മാറ്റാൻ പറ്റി. അതുകൊണ്ട് ദൈവം നമുക്ക് നന്മ വരുത്തുമ്പോഴും തിന്മ വരുത്തുമ്പോഴും നമ്മളെപ്പോഴും പറയേണ്ട ഒരു വാക്കുണ്ട്, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, നിനക്ക് നന്ദി ദൈവമേ. എനിക്ക് പഠിക്കാൻ ഒരുമാതിരിയൊക്കെ ബുദ്ധിയുണ്ടായിരുന്നു, പഠിക്കാനേ. പക്ഷേ ഞാൻ ഈ ഹൈസ്കൂളിലേക്കൊക്കെ കയറിക്കഴിഞ്ഞാൽ കൈകൊണ്ട് തൊടില്ലാത്തൊരു പുസ്തകമുണ്ട്, സോഷ്യൽ സ്റ്റഡീസ്. എനിക്കെന്തോ ആ പുസ്തകം കാണുമ്പോൾ തലകറക്കം തുടങ്ങും, വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഇത് വാങ്ങിക്കും, അടച്ചു വയ്ക്കും, ഇങ്ങനെ എടുത്തിട്ട് അടച്ചു വയ്ക്കും. ഒറ്റ വാചകം എനിക്കതിലെ അറിയില്ല. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാകും. കുറേ ഇപ്പോൾ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പഠിക്കുകയാണെങ്കിൽ ഏത് രാജാവായാലും വഴികളിൽ വൃക്ഷങ്ങൾ നട്ടു, കിണർ താത്തി, പിന്നെ ഇന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ എല്ലാ രാജാക്കന്മാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ സ്റ്റഡീസിൻ്റെ പരീക്ഷയാണെങ്കിൽ ഒരുവിധം ബോധത്തോടെ വായിച്ച എന്തൊക്കെയോ ആശയങ്ങൾ ഈ കൊച്ചിനെ അറിയാം എന്ന രീതിയിലുള്ളത് ഒരു 2 പേജ് അങ്ങ് എഴുതും. പിന്നെ ഈ ഭൂമിയിലോ സ്വർഗലോകത്തോ ആർക്കും തിരിയില്ലാത്ത 4 പേജും കൂടി എഴുതും. അപ്പോൾ ഒരു ചോദ്യത്തിന് എത്ര പേജായി ഉത്തരം? 6 പേജ്. അത് വായിച്ച് അവരിച്ചിരി മാർക്കിടും, അതിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു 3 ചോദ്യങ്ങൾ ഇത്രയെങ്കിലും അറിയാവുന്നത് 6 പേജ് എഴുതി വെച്ചും, ബാക്കി മിക്കവാറും 10 ആയിരിക്കും. ബാക്കി 7 ചോദ്യങ്ങൾക്ക് 25 പേജ്, അത് അവസാനം എഴുതാൻ വയ്ക്കുള്ളൂ. 25 പേജ് 30 പേജൊക്കെ ഇങ്ങനെ തോണ്ടി വയ്ക്കാൻ നമ്മൾ പറയില്ലേ, അതുപോലെ ഒരു ചോദ്യത്തിന് 25-30 പേജ് വേഗം എഴുതും. ഒന്നും അതിൽ തിരിയുന്ന വാചകം ഉണ്ടാവില്ല. അപ്പം അവരോർക്കില്ലേ, പാവം ഈ കൊച്ച് ഇത്രയും എഴുതിയതല്ലേ, എന്നാൽ പാസ് മാർക്ക് ഇരിക്കട്ടെ 17.5. 10ാം ക്ലാസ്സിലാണല്ലോ അന്ന് 2-1 അറിയുന്നത്, ജയം തോൽവി. 10ാം ക്ലാസ്സിലെ പരീക്ഷ വന്നപ്പോൾ കളിച്ചാൽ പോരല്ലോ, ജയിക്കണ്ടേ. 17.5 മാർക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കി എല്ലാ വിഷയത്തിനും ജയിച്ചാലും തോറ്റു. അതുകൊണ്ട് എന്തൊക്കെയോ ഒന്ന് വായിച്ച് 35-38 പേജായിട്ട് മുഴുവൻ ഉത്തരങ്ങളുമായിട്ട് സോഷ്യൽ വർക്ക് എഴുതി വിട്ടു. എന്നിട്ട് ജയിക്കുമെന്ന് എനിക്ക് നല്ല സംശയം. ഇതിന് തോറ്റാൽ എല്ലാത്തിനും തോക്കും. റിസൾട്ട് വന്നപ്പോൾ ഞാൻ തന്നെ പോയി നോക്കി, ആരെയും വിട്ടില്ല. തോൽവി എല്ലാവരും അറിയണ്ടല്ലോ. ചെന്ന് നോക്കിയപ്പോൾ 18 മാർക്കുണ്ട് എനിക്ക്. കാരണം പൊതുപരീക്ഷയ്ക്ക് 18 മാർക്ക് വേണം ജയിക്കാൻ. എന്നിട്ട് അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റാങ്ക് കിട്ടുന്നോണ. എത്ര കൊല്ലം കൂടിയാ ഒരു ഹൈസ്കൂളിൽ ഒരു ഫസ്റ്റ് ക്ലാസ് കിട്ടണേ. ഇന്നത്തെ പോലത്തെ മാർക്കൊന്നും ഇടിയില്ലല്ല. അങ്ങനെ എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. എൻ്റെ ക്ലാസ്സിലെ ഒറ്റ കുട്ടിക്കുള്ളൂ ഫസ്റ്റ് ക്ലാസ്. ഞാനിങ്ങനെ നിലത്തൊന്നുമല്ല, സാർമാർ വന്ന് നമ്മളെ അഭിനന്ദിക്കുന്നു, സമ്മാനങ്ങൾ തരുന്നു, കൂട്ടുകാർ വരുന്നു, ഭയങ്കര. അപ്പം എൻ്റെ അമ്മച്ചി എടി നിലത്ത് നിൽക്കുമോളെ. അന്നമ്മച്ചി എനിക്ക് മാർക്ക് കിട്ടിയിട്ടല്ലേ? അതെ, വല്ലോനും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിട്ട് ഇത്രയും മാർക്ക് കിട്ടി. അല്ലായിരുന്നെങ്കിലോ എടി 1/2 മാർക്ക് സോഷ്യൽ സ്റ്റഡീസിന് കുറഞ്ഞു പോയിരുന്നെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തോറ്റ എൻ്റെ മോൾ ഇവിടെ ഇരുന്ന് കരയില്ലായിരുന്നോ? സത്യമല്ലേ? സത്യം അത്. അപ്പം അതും ദൈവം നന്മയാക്കി മാറ്റി. കാര്യം ഒരുപാട് ഉഴപ്പിയൊക്കെ പോയി, എന്നാലും ആ പരീക്ഷയിൽ ദൈവം ജയിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ബോധമൊക്കെ വന്നല്ലോ, പിന്നെ പരീക്ഷയ്ക്കൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് ഞാൻ വീട്ടിലോട്ട് തിരിച്ച് ചെല്ലുമ്പോൾ 2 കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയണം. ഒന്ന്, ദൈവമേ എനിക്ക് ജന്മം തന്നതിനും
ഇന്നും നിരന്തരം എനിക്ക് നീ കൂടെ ഉള്ളതിനും ഞാൻ നന്ദി പറയുന്നു. രണ്ടാമത്, എൻ്റെ എല്ലാ പോരായ്മകളെയും തകർച്ചകളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇങ്ങനെ നിങ്ങളൊന്ന് സ്തുതിച്ച് നോക്കിക്കേ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് കഷ്ടപ്പെട്ട് ഇല്ലാത്ത പൈസ കൊടുത്ത് നല്ല ഒന്നാം തരം മൂരിയിറച്ചിയും ഒരുക്കി നല്ല പഷ്ട കപ്പയും വേവിച്ച് വെച്ചിട്ട് ആ മനുഷ്യൻ അതൊന്ന് വായിൽ വെച്ച് നോക്കണമല്ലോ. എന്നിട്ട് മുടിക്കുത്തിന് പിടിക്കാൻ മേലെ. നമ്മളിപ്പോൾ പുറപ്പെട്ടു പോകണമൊന്നുമില്ലല്ലോ. അതിന് മുമ്പ് മുടിക്കുത്തിന് പിടിച്ച് കറക്കി ഭിത്തിക്കിട്ട് കൊട്ടി അലക്കി ഇത് കഴിഞ്ഞേച്ചും വന്നിരുന്ന് കുറേ കപ്പയും ഇറച്ചിയും കൂടെ, എടി ചിന്നാള് ഇത് നല്ലതാണല്ലോ മോളെ, അയ്യോ അന്നേരം വേണം നല്ല തിളച്ച ഒരു ബക്കറ്റ് വെള്ളം. ഓ ഈ അമ്മ മടത്തി പോയത് എന്ത് നന്നായി അല്ലേ. അപ്പം അങ്ങനെ പിന്നെ ആ പുള്ളി തിന്നേച്ചോ, എന്ത് നല്ലതാണോ, ഇതറിഞ്ഞെങ്കിൽ ഞാൻ പിന്നെ തല്ലുമായിരുന്നോളൂ. അപ്പം അങ്ങനെ നന്മ ആസ്വദിക്കാൻ ആളില്ലാത്തപ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്തു വരുമ്പോഴും മക്കളെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയണം, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം. എന്താ കർത്താവ് പറഞ്ഞേ? നിരന്തരം സന്തോഷമായി ജീവിക്കാം. അയ്യോ ഇതിയാനെ കെട്ടിച്ചുമന്നുകൊണ്ട് പോണേന്ന് സാത്താനോട് പ്രാർത്ഥിക്കുമ്പോഴും ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിക്ക് അതിന് നന്ദി പറയാൻ പറ്റും. അത് ദൈവം തരുന്നൊരു കൃപയാണ്, ദൈവം തരുന്നൊരു കൃപയാണ്. അങ്ങനെ ഞാൻ ഈ അപ്പച്ചനമ്മച്ചിമാരെ കുറിച്ച് കഥയായിരിക്കുള്ളൂ, അങ്ങനെ സത്യത്തെ സംഭവിക്കുമോ എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരപ്പച്ചനെ കൊണ്ട് അമ്മച്ചി മടുത്തു. ഒരു 47-48 വയസ്സ് വരെ ഇവരൊന്നിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞപ്പം ഭാര്യ കോലൊടിച്ചിട്ട് പറഞ്ഞു, ഇതിയാൻ്റെ കൂടെ ഞാനില്ല, ഞാൻ പോവുക, ഞാൻ എൻ്റെ വീട്ടിൽ പോയി ജീവിക്കും. ഭർത്താവ് പറയടി ഞാൻ എന്ത് ചെയ്യും, താൻ എന്നോട് മിണ്ടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ചോറും കഞ്ഞിയൊക്കെ പിരിയുന്ന ദിവസം വരെ വെച്ച് തന്നേക്കാം, നീ വല്ല വിഷം ചോർക്കും അച്ചിറക്കുകയും കഴിക്കണ്ട. അങ്ങനെ ഭാര്യ നിശ്ചയിച്ചു പിരിഞ്ഞു പോകണമെന്ന്. അപ്പം ഇവക്കൊരു രഹസ്യ വിവരം കിട്ടി. ആരും വന്ന് എന്നോട് ചോദിച്ചേക്കരുത് കേട്ടോ, എനിക്കും അയാളുടെ അഡ്രസ്സ് അറിയില്ല. രഹസ്യ വിവരം കിട്ടി. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ അടുക്കൽ ചെന്ന് നമ്മൾ വിവരങ്ങൾ പറഞ്ഞാൽ അയാൾ ഒരു പൊടി തരും, ഒരു ചുവകേടുമില്ല. അത് കാപ്പിയിലേക്കിട്ട് ഈ മനുഷ്യനങ്ങ് കുടിക്കാൻ കൊടുത്തേക്കുക. അതിനൊരു ഏതാണ്ട് ഒരു മണിക്കൂറുണ്ട്. ആ മണിക്കൂർ കഴിയുമ്പോൾ ഭർത്താവ് ആരേതും അറിയാതെ ഒരരുചിയും കൂടാതെ മരിച്ചിരിക്കും. ഒരു തെളിവും അതിന് പിന്നെ ഉണ്ടാവുകയില്ല. അപ്പം ഈ അമ്മച്ചി ആരെ അറിയിക്കാതെ അവിടെ പോയി. എന്നിട്ട് ചെന്നിട്ട് ഇപ്പം അങ്ങനെ പറഞ്ഞു, എനിക്കൊരു തരത്തിലും ജീവിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഞാൻ വന്നേ. ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, പക്ഷെ ചേരില്ല, എപ്പോഴും സംശയവും തല്ലും കൊട്ടും മടുത്തു. അതുകൊണ്ട് നിങ്ങളൊരു മരുന്ന് കൊടുക്കുമെന്ന് കേട്ടു, എനിക്ക് ആ മരുന്ന് തരാമോ? ആ മരിക്കാനുള്ള മരുന്നല്ലേ? ആ തരാം തരാം തരാം, പക്ഷേ ചുമ്മാ കൊടുക്കൂല. എത്ര പൈസയല്ല. നിങ്ങൾ കേൾക്ക്, നിങ്ങൾ ഇന്ന് മുതൽ ഈ മനുഷ്യൻ നിങ്ങളോട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങൾക്ക് നന്മ ചെയ്യുന്ന നാൾ വരെ അയാളോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറണം. അയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി പുന്നാരം പറഞ്ഞ് അത് കഴിപ്പിക്കണം. അതുകൊണ്ടൊന്നും ഒരു കുഴപ്പം വരില്ല. ഞാൻ തരുന്ന പൊടി ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒന്നും അയാൾ നിങ്ങളെ ചെയ്യില്ല, കാരണം അയാൾ അറിയുക പോലുമില്ല. അങ്ങനെ ഈ പുള്ളിക്കാരന് നിങ്ങളെ പിരിയാൻ മേലാത്ത സ്നേഹമായി വന്നു കഴിയുമ്പോൾ കൊല്ലണം. അപ്പം നിങ്ങൾ വന്ന് ഞാൻ മറ്റേ മരുന്ന് തരും, 3 ദിവസം കൊടുത്താൽ മതി, മരിക്കും. അങ്ങനെ അവൾ ആദ്യത്തെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് എന്തോരം സ്നേഹിക്കാമോ അത്രയും സ്നേഹിച്ച് പുന്നാരമൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട കറിയൊക്കെ ചേർത്ത് ഒരാഴ്ചത്തെ ഭക്ഷണം കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരനെ ഇവളെ പിരിയാൻ മേലാത്ത സ്നേഹം. ഇത്രയും നല്ല സ്വഭാവം കയ്യിലിരുന്നിട്ടാണോ ഇവൾ ഈ മാതിരി തല്ലുകൊണ്ടത്? അപ്പോൾ അവക്കും മനസ്സിലായി, അയ്യോ ഇയാൾക്കെന്നോട് എന്തൊരു സ്നേഹ, മോളേ എന്നല്ലാതെ വിളിക്കില്ല, എന്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും നന്നായിട്ടാണ് കൊടുക്കണേ, എന്തൊരു സന്തോഷം. അങ്ങനെ പറഞ്ഞ ദിവസം വന്നു. ഇനി 3 ദിവസത്തെ മരുന്ന് വാങ്ങിക്കാൻ ചെല്ലണമല്ലോ, വേണ്ടിയിട്ടല്ല, വാങ്ങിക്കുകയില്ല, പക്ഷെ ചെന്നു. കണ്ടപ്പോഴേ വൈദ്യം പറഞ്ഞു, അന്ന് എടുക്കട്ടെ 3 ദിവസത്തേക്കുള്ള. താൻ എന്നായി പറയണേ, ആ 3 ദിവസത്തെ മരുന്ന് കൊടുക്കുമ്പോഴല്ലേ മരിക്കണേ? ഒന്നേ അതല്ലേ നിങ്ങളുടെ ആവശ്യം, ഇത് കഴിച്ച് മരണവും കഴിഞ്ഞിട്ട് എനിക്ക് പൈസ തന്നാൽ മതി. ഛേ, ഇതുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന എൻ്റെ ഭർത്താവിനെ കൊല്ലാനോ? താൻ പറഞ്ഞെന്തെന്നാ കൊല്ലാനോ? ദേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കർലാസ് കൊടുത്താലുണ്ടല്ലോ, കൊല്ലാൻ വന്നേക്കുന്ന ഒരുത്തൻ
അപ്പം പെങ്ങളെ, പെങ്ങളല്ലേ എന്നോട് ഒന്ന്, അതൊക്കെ വേറെ കാര്യം. എൻ്റെ ഭർത്താവ് എത്ര നല്ലവനാന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായേ. ചാടിത്തുള്ളി അവരിറങ്ങിപ്പോയി. കാരണം എന്നാ വന്നേ, അയാളുടെ ശരി സ്വഭാവം അവൾ കണ്ടുപിടിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഭാര്യമാരുണ്ട്. ഒരു നല്ല വശം വന്നു കഴിയുമ്പോൾ കഴിഞ്ഞതെല്ലാം മറന്നു പോകും. അതുകൊണ്ട് ഇന്ന് കൊട്ടും തല്ലും വിഷമവും വേദനയും നന്ദി പറയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആണെങ്കിലും അമ്മച്ചിമാരും അത്ര മോശമെന്നും മറ്റേ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. ഭർത്താവിനെ തല്ലുന്ന അച്ചാച്ചൻ ഉന്തിയിട്ടിട്ട് അപ്പയുടെ തലയിൽ ഏതാണ്ട് ഒരു തരം സാധനം ഉണ്ട് അമ്മയുടെ കയ്യിൽ, അങ്ങോട്ട് അടിച്ചടിച്ച് പൊളക്കും. എന്നിട്ട് ചോര വരുമ്പോൾ നിങ്ങളുടെ ചോരയ്ക്കും ചുവന്നാറല്ലേ, അന്ന് ഏതായാലും ഇപ്പം ചാവണ്ട എന്ന് പറഞ്ഞ് ഇട്ടേച്ചും പോവും എന്നൊക്കെ പറയുന്ന മക്കള്. അപ്പം അങ്ങനെ ചില ഭർത്താക്കന്മാരോടുള്ള സ്നേഹം കുറേ സമയം കഴിഞ്ഞേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് മറ്റേ തല്ലിക്കൊല്ലൊന്നും ചെയ്യരുത്. കുറച്ച് കഴിയുമ്പോൾ നല്ല ചിന്തകൾ വരും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സ്നേഹം കൊടുക്കാനും വാങ്ങാനും സാധിക്കാത്ത ഒരവസ്ഥയിലാണെങ്കിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, രണ്ടു കൂട്ടരും, ഭർത്താവിന് ഭാര്യയെ തല്ലുന്നത് രസം, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിഷമിപ്പിക്കുന്നത് സന്തോഷം. അങ്ങനെ വരുമ്പോൾ മനഃശാസ്ത്രം പറയുന്ന ഈ കാര്യം കൂടി ഇന്ന് കേട്ടുകൊണ്ട് പോവുക. ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയെങ്കിൽ ചെയ്യുക, കൊല്ലാനല്ല. ചിലർ അത് മാത്രമേ ഓർക്കുള്ളൂ. എന്നിട്ട് അമ്മേ നാളെ അമ്മ പറഞ്ഞില്ലായിരുന്നോ എന്നും പറഞ്ഞിങ്ങ് വന്നേരട്ടോ. ഇവരെയൊക്കെ ഞാൻ വിളിക്കും സാക്ഷികളാവാൻ. അതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല, നിങ്ങളെ അയാൾക്ക് ഇഷ്ടമില്ലാത്തോണം എപ്പോഴും പെരുമാറുന്നതെന്നൊക്കെ വരുമ്പോൾ അമ്മച്ചിമാർക്ക് എളുപ്പമുള്ളൊരു കാര്യമുണ്ട്, അപ്പച്ചന്മാർക്ക് അത്ര എളുപ്പമാവില്ല. അയാൾ കല്യാണം കഴിഞ്ഞ് ജീവിതം തുടങ്ങിയ നാളിൽ നിങ്ങളോട് കാണിച്ച സ്നേഹം, അന്നത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിപ്പോഴും ഓർത്തിരിപ്പുണ്ട്. ഇന്നിപ്പോൾ പല കാരണം കൊണ്ട് സ്നേഹത്തിൻ്റെ സ്വരവും രുചിയൊക്കെ ഇച്ചിരി കുറഞ്ഞെങ്കിലും അതൊന്ന് ഓർത്തേ. അന്ന് ചെയ്തിരുന്ന തലവേദന എന്ന് കേട്ടിട്ട് ആ വിക്സ് എടുത്ത് എത്ര നേരം ഇരുന്ന ആ പുള്ളിക്കാരൻ തിരുമിയത്. പിന്നെ നേരം വെളുക്കാൻ പോകണമെന്ന് കണ്ടപ്പോൾ നിങ്ങൾ തൊഴിക്കില്ലല്ലോ അന്നേരം, തല്ലി ഓടിച്ചു വിട്ടതല്ലേ. അപ്പം അങ്ങനെയൊക്കെ എന്ത് സ്നേഹമായിരുന്നു. ഭാര്യയ്ക്ക് മാട്ടിറച്ചിയെ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് എത്ര നാൾ പൈസ ഇല്ലെങ്കിൽ അയാളത് വാങ്ങിക്കൊണ്ടെന്ന് ഉണ്ടാക്കി തന്നേക്കണം. ഇതൊക്കെ ഓർക്കണമെന്നേ. അപ്പം അതുകൊണ്ട് മക്കളെ, എപ്പോഴും സന്തോഷമായിരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കണം. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തിരുഹിതം. അപ്പോൾ നമുക്ക് നമ്മുടെ തമ്പുരാൻ്റെ മുമ്പിൽ ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ ചൊല്ലിത്തരും, നിങ്ങൾ ഏറ്റു ചൊല്ലണം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, നടുവിൻ്റെ വേദനയൊക്കെ ഒന്നങ്ങ് പൊക്കോട്ടെ. അപ്പം കൈയൊന്ന് കൂട്ടിപ്പിടിച്ചേ. എന്നിട്ട് എൻ്റെ ദൈവമേ, എന്നോട് നീ എന്ത് നല്ലവനാ, എത്ര എന്നെ സ്നേഹിക്കുന്നോ, നിൻ്റെ കൃപ എത്ര വലുതാ, അങ്ങനെ മനസ്സിൽ ആ ചിന്തകളൊക്കെ വരുത്ത്, കേട്ടതും പറഞ്ഞതുമായ ചിന്തകൾ. എന്നിട്ട് ചൊല്ലിത്തരുന്നത് കൈകൂപ്പി ഭക്തിപൂർവ്വം, എൻ്റെ തമ്പുരാൻ ഇന്നോളം എന്നെ പരിപാലിച്ച വിധം പിതൃശിക്ഷണമായിരുന്നു എനിക്ക് തന്നത്. എന്നിൽ മാറ്റം വരാനും തിന്മകൾ ഉപേക്ഷിക്കാനും നന്മയിൽ വളരാനും ദൈവം എനിക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു. അതുകൊണ്ട് കർത്താവെ, എനിക്ക് നീ തന്ന നന്മയ്ക്കും തിന്മയ്ക്കും നന്ദി. നീ എന്നെ നയിച്ച സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വഴികൾക്ക് നന്ദി. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്ന കർത്താവെ, എനിക്ക് നന്മ വരാൻ വേണ്ടിയിട്ടാണ് നന്മയും തിന്മയും തരുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മനസ്സ് ചേർത്ത് വെച്ച് അങ്ങയെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഭക്തിപൂർവ്വം മക്കളെ, രണ്ട് കൈ ഒന്നേ കൂപ്പി പിടിക്കുക, അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഭക്തിയോടുകൂടെ സിസ്റ്റർ ചൊല്ലിത്തരുന്നത് ശ്രദ്ധിച്ച് ഏറ്റി ചൊല്ലുക. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ജനിച്ച നാൾ തുടങ്ങി ഇന്നോളം അങ്ങ് എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ദൈവമേ, കഷ്ടതകളും വേദനകളും നഷ്ടങ്ങളും എനിക്കുണ്ടാകുമ്പോഴെല്ലാം ഞാൻ അങ്ങയെ വെറുത്തിട്ടുണ്ട്, സ്നേഹിക്കാതിരുന്നിട്ടുണ്ട്, അങ്ങനെ മറന്നുപോയെന്ന് ആവലാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാനിന്ന് മനസ്സിലാക്കുന്നു, നല്ല കർത്താവേ, നീ എനിക്ക് കഷ്ടതകൾ തരുന്നത് പിതൃശിക്ഷണമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നു. നിനക്കെന്നോടുള്ള സ്നേഹം
സന്തോഷമായിട്ടും ദുഃഖമായിട്ടും അകൽച്ചയായിട്ടും പ്രകടമാക്കുമ്പോൾ നിനക്കെന്നോട് സ്നേഹമില്ല എന്ന് പറഞ്ഞ് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതേ. കർത്താവേ, അങ്ങ് എനിക്ക് തരുന്ന എല്ലാറ്റിനും നന്ദി. സന്തോഷത്തിനും ദുഃഖത്തിനും വിജയപരാജയങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. സ്തോത്രം കർത്താവേ. നമ്മുടെ വലത് കൈ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അല്പസമയം. യേശുവേ സ്തോത്ര, യേശുവേ നന്ദി. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല ദൈവമേ, എല്ലാം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നീ തരുന്ന പിതൃശിക്ഷണത്തിന് നന്ദി പറയുന്നു. സ്തോത്രം യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ കർത്താവേ സ്തോത്രം. കർത്താവേ നന്ദി. ദൈവമേ, നീ എന്നെ നയിക്കുന്നതിന് പരിപാലിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോടു കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ് കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കർത്താവ് നമ്മളോട് ഇന്നത്തെ ഈ വചനം കേട്ട് അവിടുത്തെ സ്നേഹത്തിൽ തുടരണമെന്ന് കൊതിയോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മളോട് ചോദിക്കുകയാണ്, മോനെ, ഞാൻ നിനക്ക് കഷ്ടതകൾ തന്നാലും, ഞാൻ നിനക്ക് സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഇഷ്ടക്കേടുകളും തന്നാലും അതൊക്കെയും പിതൃശിക്ഷണമാണെന്ന് നിനക്ക് മനസ്സിലായോ? എൻ്റെ ദൈവമേ, അങ്ങ് എനിക്ക് എന്ത് തരുമ്പോഴും എൻ്റെ പിതാവാണ് അങ്ങ്. എനിക്ക് ഒരുപാട് നന്മ തന്നിട്ടുള്ളവൻ. അതുകൊണ്ട് അങ്ങ് തരുന്നതെല്ലാം പിതൃശിക്ഷണമായിട്ടെടുക്കാൻ എന്നെയും അങ്ങേ മക്കളോട് കൂടെ ചേർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തരുന്നതെല്ലാം നന്മയാണെന്നുള്ള ബോധ്യം മനസ്സിലുറപ്പിക്കാം. ഒരു വാത്സല്യമുള്ള അപ്പനും അമ്മയും താൻ ഏറ്റവും സ്നേഹിക്കുന്ന കുഞ്ഞിന് കൊടുക്കുന്ന അനുഭവങ്ങളാണ് ദൈവം നമുക്ക് തരുന്നത്. ആകയാൽ എല്ലാറ്റിനും നന്ദി പറയാൻ തയ്യാറാണെന്നുള്ളൊരു മനസ്സോടുകൂടെ നമുക്ക് തമ്പുരാനെ സ്തുതിക്കാം. അല്പനേരം കൂടെ സ്വതന്ത്രമായിട്ട് രണ്ട് കരങ്ങൾ ഉയർത്തി അല്പനേരം നമുക്ക് അവനെ സ്തുതിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്മയാണ് ദൈവം തരുന്നതെല്ലാം എങ്കിൽ നമ്മെ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചവര്, സങ്കടപ്പെടുത്തിയവര്, നമുക്ക് ദ്രോഹം വരുത്തിയവര്, അങ്ങനത്തെ പലരെയും നമ്മുടെ മനസ്സിൽ കാണുന്നുണ്ട്. അവരോടെല്ലാം കരുണയായിരിക്കണമേ എന്നും അവരെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്നും അങ്ങ് തരുന്നത് ആര് വഴിയാണെങ്കിലും അവരെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കാൻ സഹായിക്കണമെന്നും അവിടത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷവും കൂടെ നമുക്ക് സ്തുതിക്കാം. യേശുവേ സ്തോത്ര, നമ്മുടെ സംസാരവും പെരുമാറ്റവും കൊണ്ടും പലരും വേദനിക്കാൻ ഇടവന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം.
പിന്നീട് ചെന്ന് അവരോട് മാപ്പ് ചോദിക്കാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്. ആകയാൽ കർത്താവേ, എൻ്റെ സംസാരമോ പെരുമാറ്റമോ ചിന്തകളോ ഒക്കെ കൊണ്ട് ആരെയൊക്കെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് സ്തുതിക്കാം. യേശുവേ സ്തോത്രം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ന പലരോടും മനസ്സിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്ന എല്ലാവരെയും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പൂർണ്ണമായി ക്ഷമിക്കുവാനും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഏത് രൂപത്തിൽ തന്നാലും അവയ്ക്കെല്ലാം നന്ദി പറയാനും ഈ പിതൃശിക്ഷണം നന്നായിട്ട് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതം സൗഭാഗ്യമുള്ളതാക്കാനും ഇടവരുത്തണമേന്ന് അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്കൊരു നന്മ നിറഞ്ഞറിയും ചൊല്ലി പ്രാർത്ഥിക്കാം. ഒന്നിച്ചല്ല. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.